വിശ്വകിരീടമില്ലാതെ ഫുട്ബോളിലെ വിശ്വനായകൻ വിടവാങ്ങിയിരിക്കുന്നു. കാൽപന്തിന്റെ മോഹകിരീടം ഇത്തവണ റോണോയുടെയും കൂട്ടരുടെയും കൈകളിലെത്തണമെന്ന് ലോകം കൊതിച്ചിരുന്നു. ആ പ്രതീക്ഷ ഡാലസിലെ പുൽമൈതാനത്ത് പൊലിഞ്ഞുപോയി. എങ്കിലും സർവ്വ കിരീടങ്ങൾക്കപ്പുറം ലോകമെമ്പാടുമുള്ള ആരാധകരുടെ മനസ്സിൽ തിളങ്ങുന്ന നക്ഷത്രമായി പ്രിയപ്പെട്ട റോണോ എക്കാലവും നിലകൊള്ളും. ഏതൊരു ടീമും പരിശീലകനും കൊതിക്കുന്ന താരം, ഏതൊരു രാജ്യവും കൊതിക്കുന്ന പൗരൻ, ഏതൊരമ്മയും കൊതിക്കുന്ന മകൻ, ഏതൊരു കുട്ടിയും കൊതിക്കുന്ന റോൾ മോഡൽ. ഒരു ജന്മത്തിന്റെ പൂർണ്ണതയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ആ കൈകളിൽ ഒരിക്കലെങ്കിലും എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ലോക കിരീടമാകും വിഷമിക്കുന്നത്. അത്രമേൽ ലോക ഫുട്ബോളിന്റെ മറുപേരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോകകപ്പിലെ വമ്പന്മാരുടെ പ്രീ ക്വാർട്ടർ പോരിൽ അവസാന നിമിഷം വഴങ്ങിയ അപ്രതീക്ഷിത ഗോളിലാണ് അയൽക്കാരായ സ്പെയിനിന് മുമ്പിൽ പോർച്ചുഗൽ വീണത്. അതുവരെ സ്പാനിഷ് അർമാഡയെ കരുതലോടെ തടുത്ത പറങ്കി പ്രതിരോധത്തിന്റെ ഒറ്റ പിഴവ്. അതിൽ പൊലിഞ്ഞത് ആരാധകർ കാത്തുവെച്ച ഉന്മാദ സ്വപ്നമായിരുന്നു. പോർച്ചുഗൽ എന്ന രാജ്യം ഫുട്ബോൾ കളത്തിൽ തലപൊക്കത്തോടെ നിന്നത് റോണോയുടെ ചുമലിലേറിയാണ്. ലോകവേദികളിൽ പലപ്പോഴും വിരുന്നെത്തിയിരുന്ന ടീമിനെ എതിരാളികൾ ഭയക്കുന്ന പതിവുകാരാക്കിയത് അയാൾ പകർന്ന ഊർജവും ആവേശവുമാണ്. അത് ലാൻഡിക്കിലെ മെദീര എന്ന കൊച്ചുദ്വീപിൽ നിന്ന് ഉദിച്ചുയർന്ന നക്ഷത്രം ലോകമെമ്പാടുമുള്ള കുരുന്നുകളെ കളത്തിലേക്ക് കൈനടത്താൻ മാത്രം കരുത്തുറ്റ പ്രചോദനമായിരുന്നു. ഫുട്ബോളിലൂടെ ആ മനുഷ്യൻ സൃഷ്ടിച്ച വൈകാരികതയുടെ അതിഗംഭീരമായ ഒരു തലമുണ്ട്. ഒരിക്കലും തോറ്റുകൊടുക്കരുതെന്ന നിരന്തരം പറഞ്ഞു തരുന്ന പോരാട്ട വീര്യത്തിന്റെ പര്യമായ ജീവിതം. അത് തന്നെയാണ് ലോകത്തിനുള്ള റോണോയുടെ ഏറ്റവും വലിയ സംഭാവന. ഒരു കായിക താരം എങ്ങനെയായിരിക്കണമെന്നതിന് ഇതിലും വലിയ ഉദാഹരണമില്ല. കളത്തിലും പുറത്തും ആത്മവിശ്വാസത്തിന്റെ അങ്ങേയറ്റമായിരുന്നു റൊണാൾഡോ. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ആരാണെന്ന ചോദ്യത്തിന് അത് ഞാനാണെന്ന് പറയാൻ കാണിക്കുന്ന ചങ്കൂറ്റത്തെ പലരും അഹങ്കാരമായി വിലയിരുത്തി. എന്നാൽ പട്ടിണി ഭയന്ന് ഗർഭാവസ്ഥയിൽ ഒരമ്മ ഇല്ലാതാക്കാൻ ശ്രമിച്ച, പോഷകാഹാരമില്ലാതെ ശരിക്കൊന്ന് പന്ത് തട്ടാൻ പോലും കഴിയാതിരുന്ന ബാല്യം അതിജീവിച്ച വ്യക്തിക്ക് അങ്ങനെ പറയാൻ എല്ലാ യോഗ്യതയുമുണ്ട്. ഫുട്ബോളിൽ അയാൾ നടന്നു കയറിയ പരമപദം അത്രമേൽ ഉയരെയാണ്. മറ്റാർക്കും അപ്രാപ്യമായൊരു കഠിനാധ്വാനമായിരുന്നു റോണോയുടെ ഏറ്റവും വലിയ കൈമുതൽ. പ്രതിഭാശാലി എന്നതിനപ്പുറം കഠിന തപസ്യക്ക് തുല്യമായ പരിശ്രമത്തിലൂടെ ഉറപ്പിച്ചാണ് ആ കളി ജീവിതം. ഇംഗ്ലണ്ടിലും സ്പെയിനിലും ഇറ്റലിയിലും ആ കളിമിടുക്ക് തീർത്ത അതിശയങ്ങൾ കാൽപന്തിനെ പ്രണയിക്കുന്ന ഒരു കാലത്തും മറക്കാൻ സാധിക്കില്ല. ഡ്രിബിളിങ്ങിലും ഹെഡിങ്ങിലും ബൈസിക്കിൾ കിക്കിലും പകരക്കാരനില്ലാത്ത പ്രതിഭാസമായിരുന്നു. കിക്കെടുക്കാൻ നേരം കാലുകൾ അകത്തി നെഞ്ചും വിരിച്ചുള്ള നിൽപ്പും വേഗത്തിലുള്ള ശ്വാസമെടുപ്പും പിന്നെ ലോകം അനുകരിക്കുന്ന സൂയി എന്ന സെലിബ്രേഷനും ഒരാരാധകനും മറക്കാനിടയില്ല. 25 വർഷത്തിലധികം നീണ്ട പ്രൊഫഷണൽ കരിയറിൽ കാലത്തിനും പ്രായത്തിനും അനുസരിച്ച് കളിശൈലി മാറ്റി. അധിക പറ്റാവാതെ കളത്തിൽ നിൽക്കാൻ കഴിഞ്ഞുവെന്നാണ് റൊണാൾഡോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രായം 42-നോടടുത്തിട്ടും കളിയോടുള്ള ആർത്തിക്ക് ഒരു തരിമ്പ് പോലും കുറവില്ല. കാരണം അയാൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ്. കളിക്കളത്തിൽ സ്വന്തം കൂട്ടുകാർ ഒറ്റിയപ്പോഴും ലോകമെമ്പാടുമുള്ള കടും വിരോധികൾ ആക്ഷേപങ്ങൾ കൊണ്ട് മൂടിയപ്പോഴും റൊണാൾഡോ ഉയർത്തെഴുന്നേറ്റത് കഠിനാധ്വാനത്താൽ കടഞ്ഞെടുത്ത ആത്മവിശ്വാസത്തിന്റെ പിൻബലത്തിലായിരുന്നു. കളിക്കളത്തിലെന്നും ഒന്നാമനായിരിക്കണമെന്ന് അയാൾ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. അത് യാഥാർത്ഥ്യമാകാൻ അതികഠിനമായി പ്രാജ്ഞിച്ചിരുന്നു. അതുകൊണ്ടാണ് കൂടെ കളിച്ചവർ കളം വിട്ട് 5-10 വർഷം കഴിഞ്ഞും ആവേശം കടുകോളം ചോരാതെ അയാൾ ഇന്നും പന്ത് തട്ടുന്നത്. ക്ലബ്ബ് ഫുട്ബോളിൽ ഇനിയും ആ കാലുകൾ കരുത്തറിയിക്കും. കളത്തിൽ മാത്രമല്ല, പുറത്തും തികഞ്ഞ പോരാളിയായ റൊണാൾഡോയോട് അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഫിഫയുടെ പരസ്യദാതാക്കളായ ആഗോള കുത്തക വമ്പന്മാരുടെ ആസ്ഥാനമായ രാജ്യങ്ങൾ നടത്തുന്ന അനീതിക്കെതിരെ എന്നും ശബ്ദിച്ചു. ആരോഗ്യത്തിന് ഹാനികരമായ കുത്തകകളുടെ സോഫ്റ്റ് ഡ്രിങ്കിനോടുള്ള വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു. അധിനിവേശ ഭീകരതയുടെ ഇരകളായ കൊച്ചു രാജ്യങ്ങളോട് എന്നും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. കുഞ്ഞുനാളുകളിൽ ഭക്ഷണത്തിനായി ഹോട്ടലുകളുടെ പിന്നാമ്പുറത്ത് കാത്തിരിക്കുന്ന മനുഷ്യന് പാവപ്പെട്ടവന്റെ വേദനകൾ മറന്ന് കളിഭരണ പ്രമാണിമാരെ തൃപ്തിപ്പെടുത്തുന്ന വിട്ടുവീഴ്ചകൾ അസാധ്യമായിരുന്നു. ആ മനസ്സ് എന്നും വേദനക്കൊപ്പമായിരുന്നു. പ്രിയപ്പെട്ട റൊണാൾഡോ, നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾ തോൽക്കുകയുമില്ല. കാരണം ഞങ്ങൾ ഒപ്പമുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങിപ്പോവുകയാണ്. ലോകകപ്പിലെ ക്രിസ്ത്യാനോയുടെ പ്രകടനങ്ങൾ ആസ്വദിക്കുകയെന്ന ശീലം കഴിഞ്ഞ 20 വർഷങ്ങളായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇനി ആ ശീലം ഉപേക്ഷിക്കണമെന്ന തിരിച്ചറിവ് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. സ്പെയിനിനെതിരെയുള്ള അവസാന മത്സരം ക്രിസ്ത്യാനോക്ക് കയ്പ് നിറഞ്ഞതായിരുന്നു.
പക്ഷേ ക്രിസ്ത്യാനോയും അയാളെ സ്നേഹിക്കുന്നവരും തലകുനിക്കേണ്ടതില്ല. ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടുന്ന എല്ലാ മനുഷ്യർക്കും ജീവിതം വിജയിക്കാനുള്ള ഊർജം പകരുന്ന ലെഗസി ഫുട്ബോൾ മൈതാനത്ത് ബാക്കി വെച്ചിട്ടാണ് റോണോ നടന്നു നീങ്ങുന്നത്. ദീർഘകാലം ആർസണൽ മാനേജറായി പ്രവർത്തിച്ച ആർസൻ വെങ്ങർ 2008 ക്രിസ്ത്യാനോയെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. 18 വർഷങ്ങൾക്ക് മുമ്പ് വെങ്ങർ മുന്നോട്ട് വെച്ച പ്രസ്താവന ഇന്ന് പരിശോധിക്കുമ്പോഴാണ് ക്രിസ്ത്യാനോയുടെ മഹത്വം ശരിക്കും വെളിപ്പെടുന്നത്. ഒരു ടീനേജറായിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിച്ചേർന്നതും പിന്നീട് വലിയൊരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ചതും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ക്രിസ്ത്യാനോയെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എത്തിക്കുന്നതിനെക്കുറിച്ച് ആദ്യം ചിന്തിച്ച ക്ലബ്ബ് ആർസണൽ ആയിരുന്നുവെന്നാണ് വെങ്ങർ വെളിപ്പെടുത്തിയത്. ആർസണലിൽ ചേരുന്നതിനെക്കുറിച്ച് വെങ്ങർ ക്രിസ്ത്യാനോയോട് സംസാരിക്കുകയും ഒരു ആർസണൽ ജേഴ്സി കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ വലിയ തുക മുടക്കിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിസ്ത്യാനോയെ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി കൂടുതൽ പണമെറിയാൻ ആർസണൽ തയ്യാറായിരുന്നില്ല. അതിന്റെ കാരണവും വെങ്ങർ വിവരിക്കുന്നുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ക്രിസ്ത്യാനോ ഒരു സ്പെഷ്യൽ പ്ലെയർ ആയിരുന്നു. പക്ഷേ അയാൾ വലിയൊരു ഗോൾ സ്കോറർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എതിരാളികളുടെ പെനാൽറ്റി ബോക്സിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ അന്നത്തെ ക്രിസ്ത്യാനോ വളരെ പുറകിലായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. വലിയൊരു ഗോൾ സ്കോറർ ആവില്ല എന്ന് ആർസൻ വെങ്ങർ കരുതിയ ക്രിസ്ത്യാനോ പിൽക്കാലത്ത് ഗോളുകൾ കൊണ്ട് ഉത്സവം തന്നെ നടത്തി. കഴിയില്ല എന്ന് മുദ്ര കുത്തപ്പെടുന്ന ആളുകൾക്കും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്നതിന്റെ ക്ലാസിക് ഉദാഹരണമാണിത്. ബാഡ് പാരന്റിംഗ് എന്ന സംഗതിയുടെ പ്രശ്നങ്ങൾ ക്രിസ്ത്യാനോ നല്ലതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. അയാളുടെ അച്ഛൻ ഒരു സ്ഥിരം മദ്യപാനിയായിരുന്നു. അമ്മയെ മർദ്ദിക്കുന്ന അച്ഛനെ ദിവസവും കണ്ടുകൊണ്ടാണ് ക്രിസ്ത്യാനോ വളർന്നത്. അതുപോലുള്ള കുട്ടികൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പോർച്ചുഗലിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച കാലത്ത് ക്രിസ്ത്യാനോ ഒരു വഴക്കാളി പയ്യനായിരുന്നു. ടാക്കിൾ ചെയ്യുന്ന എതിരാളികളെ തൊഴിക്കുകയും കഴുത്തിന് പിടിച്ച് തള്ളുകയും ചെയ്ത ക്രിസ്ത്യാനോ എന്ന യുവാവിനെ ലോകം കണ്ടിട്ടുണ്ട്. അന്നത്തെ പോർച്ചുഗൽ പരിശീലകനായിരുന്ന ലൂയി ഫിലിപ്പ് സ്കോളാരി ക്രിസ്ത്യാനോയെ പരസ്യമായി ശാസിച്ചിരുന്നു. 2004 യൂറോ കപ്പിന് മുന്നോടിയായി നടന്ന ഒരു സന്നാഹ മത്സരത്തിൽ സ്കലോരി ക്രിസ്ത്യാനോയെ ഗ്രൗണ്ടിൽ നിന്ന് പിൻവലിച്ചിരുന്നു. അന്ന് അദ്ദേഹം തന്റെ ശിഷ്യനെ ഡോയ് എന്നാണ് വിശേഷിപ്പിച്ചത്. ആ പദത്തിന് കൃത്യമായ ഒരു തർജ്ജമയില്ല. എന്തായാലും അനവസരത്തിൽ മിടുക്ക് കാണിക്കാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ശ്രമിക്കുന്നതെന്ന വിമർശനമാണ് സ്കലോരി മുന്നോട്ട് വെച്ചത്. 2004 യൂറോ കപ്പിലെ മികച്ച പ്രകടനങ്ങളിലൂടെ ക്രിസ്ത്യാനോ കോച്ചിന് മറുപടി നൽകി. പിന്നീട് അയാൾ പറങ്കിപ്പടയുടെ കപ്പിത്താനായി. യൂറോ കപ്പ് ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ കരസ്ഥമാക്കി. ലോകം മുഴുവൻ എഴുതി തള്ളിയാലും നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. അതാണ് ക്രിസ്ത്യാനോയുടെ ജീവിതം തെളിയിക്കുന്നത്. പ്രധാന മത്സരങ്ങളിൽ പരാജയപ്പെടുമ്പോഴെല്ലാം ക്രിസ്ത്യാനോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറുണ്ട്. ആ സ്വഭാവം സ്കൂൾ കാലഘട്ടം മുതൽ ക്രിസ്ത്യാനോയുടെ കൂടെയുണ്ടെന്നാണ് ബാല്യകാല സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 2026 ക്രിസ്ത്യാനോ വിതുമ്പിക്കൊണ്ടാണ് പടിയിറങ്ങുന്നത്. ഫുട്ബോളിനോടുള്ള അയാളുടെ അഭിനിവേശമാണ് കണ്ണുനീർ തുള്ളികളായി മാറുന്നത്. മരണം വരെ ആ പാഷൻ ക്രിസ്ത്യാനോയെ വിട്ടുപോകില്ല. എനിക്ക് അയാളെ ബഹുമാനിക്കാൻ അത് മാത്രം മതിയാകും.